Hello dears, welcome to the class. Today we are going to discuss about our textbook activities. Okay, let's start our class. Making chalks. The Work Experience Club made chalks and then packed into boxes of 10. There were 9 boxes and 6 chalks. This was distributed equally among 8 classes. How many chalks did each class get? അപ്പോൾ എന്താണ് പറയുന്നത്? പ്രവൃത്തി പരിചയ ക്ലബ്ബ് ഉണ്ടാക്കിയ ചോക്ക് ഓരോ പെട്ടിയിലും 10 വീതം, ഒരു പെട്ടിയിൽ 10. അങ്ങനെയുള്ള 9 പെട്ടി ചോക്കും പിന്നെ 6 അതും സ്കൂളിലെ 8 ക്ലാസ്സുകളിലേക്ക് തുല്യമായി വീതിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ജാൻവി കണക്കാക്കിയത് എങ്ങനെയാണ്? 10 ചോക്ക് വീതമുള്ള 9 പെട്ടിയിൽ ആകെ എത്ര ചോക്ക് ഉണ്ട്? 10 into 9 equal to 90 chalks ആണ് ഉള്ളത്. Together with 6 more, how many chalks in all? 6 കൂടി ആഡ് ചെയ്താൽ 90 plus 6, 96 chalks ആയി. We have to calculate the number of chalks each class got. How do we do it? Are there different ways to do this? 10 into 9 equal to 90. 90 plus 6 equal to 96. ഇനി ഈ 96നെ 8 ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 96 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു 12 ചോക്സ് ആണ് ഓരോ ക്ലാസ്സിനും കിട്ടുന്നത്. Can one box be given to each class? If one box of chalk is given to each class, how many chalks are given? ഓരോ ക്ലാസ്സിലേക്കും ഒരു പെട്ടി ചോക്ക് വീതം കൊടുത്താൽ ആകെ എത്ര ചോക്ക് കൊടുക്കണം? 8 ക്ലാസ്സസ് ആണ് ഉള്ളത്. ഒരു ബോക്സിൽ വരുന്നത് 10 ചോക്സ് ആണ് അല്ലേ? അപ്പോൾ 10 into 8 ഈക്വൽ ടു 80 ചോക്സ്. ഹൗ മെനി ചോക്സ് ആർ ലെഫ്റ്റ്? ഇനി ബാക്കിയുള്ളത് എത്ര ചോക്കാണ്? 96 ഉണ്ടായിരുന്നു. അതിൽ 80 ഓരോ ക്ലാസ്സിനും കൊടുത്തു അല്ലേ? ബാക്കിയുള്ളത് 16. If these are equally divided among the 8 classes, how many would each get? ഇനി ബാക്കി വരുന്ന 16 എല്ലാ ക്ലാസ്സിനും കൊടുക്കുകയാണെങ്കിൽ ഓരോ ക്ലാസ്സിനും എത്ര കിട്ടും? 16 ആണ് ഉള്ളത് 8 ക്ലാസ്സസിന് അല്ലേ? 16 by 8 equal to 2. We can think like this. 10 chalks to each of 8 classes make 80 chalks. ഓരോ ക്ലാസ്സിനും 10 ചോക്സ് വെച്ച് കൊടുക്കുമ്പോൾ 8 into 10 equal to 80. 16 ചോക്സ് ലെഫ്റ്റ് ആൻഡ് 2 to each class makes. ബാക്കി വരുന്ന 16 ചോക്ക് ഉണ്ട് അല്ലേ? അത് 8 ക്ലാസ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 8 into 2 equal to 16. അപ്പോൾ 96 ഡിവൈഡഡ് 8 ഈക്വൽ ടു 96നെ 2 സ്പ്ലിറ്റ് ചെയ്തു 80 പ്ലസ് 16. എന്നിട്ട് ഡിവൈഡ് ചെയ്യണം. 80 ഡിവൈഡഡ് 8 പ്ലസ് 16 ഡിവൈഡഡ് 8 ഈക്വൽ ടു ആൻസർ കിട്ടുന്നത് 80 ഡിവൈഡഡ് 8 ഈക്വൽ ടു 10. 16 ഡിവൈഡഡ് 8 ഈക്വൽ ടു 2. ആൻസർ 12. വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. നമുക്ക് ഇതുപോലെ ഇനി എഴുതാം. 96നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 into 10 ആണ് 80 വരുന്നത് അല്ലേ? അപ്പോൾ 10 എഴുതി. ഇനി 96ൽ നിന്നും 80 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 16 ആണ്. ഇനി 16ൽ എത്ര 8 ഉണ്ട്? 2 into 8 16 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് 10 plus 2 ആണ്. ഇനി സൈഡിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. 10 into 8 ഈക്വൽ ടു 80. 2 into 8 ഈക്വൽ ടു 16. 12 into 8 ഈക്വൽ ടു 96. ഇനി 80 divided 8 equal to 10. 16 divided 8 equal to 2. 96 divided 8 equal to 12. Puzzle corner. In my bag there are some mangoes. I gave half of them to my uncle. Gave half to left to my friend. 5 mangoes remained and gave them to the neighbor. How many mangoes I had at the beginning? എൻ്റെ സഞ്ചിയിൽ കുറേ മാമ്പഴമുണ്ട്. പകുതി എണ്ണം മാമന് കൊടുത്തു. ബാക്കിയുള്ളതിൻ്റെ പകുതി കൂട്ടുകാരന് കൊടുത്തു. മിച്ചമുണ്ടായിരുന്ന 5 എണ്ണം അയൽക്കാരനും കൊടുത്തു. സഞ്ചിയിൽ ആദ്യം എത്ര മാമ്പഴം ഉണ്ടായിരുന്നു? ടോട്ടൽ
മാംഗോസ് എന്ന് പറയുന്നത് 20 ആണ്. നോക്കൂ, അങ്കിളിന് കൊടുത്തത് 20യുടെ ഹാഫാണ്. എത്രയാണ്? 10 ആണ് അല്ലേ? അതിൻ്റെ ബാലൻസ് വന്നതാണ് 10. അതിൻ്റെ ഹാഫാണ് ഫ്രണ്ടിന് കൊടുത്തത്. അപ്പോൾ എത്രയാണ്? 10 - 5 = 5. ഇനി ആ ബാക്കി വന്ന 5 ആണ് നൈബറിന് കൊടുത്തത്. അപ്പോൾ ടോട്ടൽ മാംഗോസ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ്? 20. കളർ പെൻസിൽ. ഇഷാൻ bought 20 color pencils from Myanmar store. The price of a pencil is 4 rupees. How much did he spend? ഇഷാൻ 20 കളർ പെൻസിൽ മ്യാൻമാർ സ്റ്റോറിൽ നിന്നും വാങ്ങി. ഒരു പെൻസിലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ എത്ര രൂപ കൊടുത്തു എന്നാണ് ചോദിക്കുന്നത്. എത്രയാണ്? 20 × 4 = 80 rupees. നെക്സ്റ്റ്, Shraddha bought color pencils for 76 rupees. How many did she buy? How do we calculate? ശ്രദ്ധ 76 റുപ്പീസിന് പെൻസിൽസ് വാങ്ങി. അപ്പോൾ എത്ര പെൻസിലാണ് വാങ്ങിയത്? നമുക്കറിയാം ഇഷാൻ വാങ്ങിയത് 4 റുപ്പീസിനാണ് അല്ലേ? അതുപോലെ തന്നെ ശ്രദ്ധ വാങ്ങിയതും 4 റുപ്പീസിനായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? 76 / 4 = 19 പെൻസിൽസാണ് ശ്രദ്ധ വാങ്ങിയത്. 80 / 4 എങ്ങനെ ചെയ്യും? 8ഉം 4ഉം നോക്കുക. അപ്പോൾ 2 ആണ് കിട്ടുന്നത് അല്ലേ? 2 × 4 = 8. എന്നിട്ട് ആ 0 ഇങ്ങോട്ട് മാറ്റിയിടുക. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. ഇനി അടുത്തത് നോക്കൂ. 80 - 4 = 76. 80ൽ നിന്ന് ഒരു 4 മാറ്റി. അപ്പോഴാണ് നമുക്ക് 76 കിട്ടിയത്. ഇനി ആ 76നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 80ൽ നിന്ന് ഒരു 4 മാറ്റിയതാണ് 76. 80യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 20 എന്ന് കിട്ടി. അപ്പോൾ 76 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു 4 കുറയും അല്ലേ? അപ്പോൾ 19. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 60 / 6 = 10. 6ഉം ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 1 ആണ് അല്ലേ? ഇനി ആ 60യുടെ 0 ഇങ്ങോട്ടേക്ക് മാറ്റിയിടുക. അതുപോലെ തന്നെ 60 - 6. 60ൽ നിന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ 54 എന്ന് കിട്ടും. 54നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? ഒരു 6 കുറവാണ് അല്ലേ? അപ്പോൾ 9. ഇനി 60 / 3. 2 × 3 ആണ് 6 അല്ലേ? അതുപോലെ തന്നെ 60യുടെ ആ 0 ഇങ്ങോട്ടേക്ക് മാറ്റിയിടുക. ഇനി 60 - 3 = 57. ഇനി 57നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? ഒരു 3 കുറവായിരിക്കും 60ൽ നിന്ന് അല്ലേ? അപ്പോൾ 19. ഇനി 80 / 4. 2 × 4 ആണ് 8. 80യുടെ 0 ഇടുമ്പോൾ 20. ഇനി 80 + 4. അപ്പോൾ 84. 80യേക്കാൾ 1 കൂടി അല്ലേ? 84നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ എത്ര കിട്ടും? 80യെ ഡിവൈഡ് ചെയ്യുമ്പോൾ 20 കിട്ടി. ഒരു 4ഉം കൂടെ കൂടുമ്പോൾ 21. നെക്സ്റ്റ്, 60 / 3 = 20. 60 + 3 = 63. 63 / 3 = 21. നെക്സ്റ്റ്, 60 / 6 = 10. 60 + 12 = 72. 72 / 6 = 12. നെക്സ്റ്റ്, 60 / 3 20. 60 / 9 = 69. 69 / 3 = 23. നെക്സ്റ്റ്, 50 / 5 = 10. 50 + 20 = 70. 70 / 5 = 14. ഈ ലാസ്റ്റ് കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. Fill in the bill. Siyud and Adi bought things of the same price from the school store. Their bills are shown below. Some numbers in Adi's bill got erased. Can you find them? Write them in the bill. സിയൂദും ആദിയും സ്കൂൾ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. ഒരേ വിലയുള്ള സാധനങ്ങളാണ് വാങ്ങിയത്. പക്ഷേ ആദിയുടെ ബില്ലിലെ വിലകൾ മാഞ്ഞു പോയിരിക്കുന്നു. അവ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ രണ്ടു പേരുടെയും ബില്ല് നോക്കൂ.
വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണ്? നോട്ട്ബുക്ക്, ചാർട്ട്, പെൻ, സ്കെയിൽ. സിയൂദ് വാങ്ങിയത് 4 നോട്ട്ബുക്കാണ്. അതിന് 72 റുപ്പീസായി. ചാർട്ട് 6, 30 റുപ്പീസ്. പെൻ 8, 72 റുപ്പീസ്. സ്കെയിൽ 10, 60 റുപ്പീസാണ്. പക്ഷേ ആദിയുടെ ബില്ലിൽ നമ്പർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഐറ്റവും തന്നിട്ടുണ്ട്. പ്രൈസ് എത്രയാണ് എന്ന് തന്നിട്ടില്ല. പെൻ 6, സ്കെയിൽ 3, നോട്ട്ബുക്ക് 5, ചാർട്ട് 8 ഇത്രയുമാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സിയൂദിൻ്റെ ബില്ലിൽ ഓരോ സാധനത്തിനും എത്ര റേറ്റാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നോട്ട്ബുക്കിൻ്റേത് കണ്ടുപിടിക്കാം. 72 റുപ്പീസ് എന്ന് പറയുന്നത് 4 നോട്ട്ബുക്സിൻ്റെ റേറ്റാണ് അല്ലേ? അപ്പോൾ 1 നോട്ട്ബുക്കിന് എത്രയായിരിക്കും? 72 ഡിവൈഡഡ് 4 ഈക്വൽ ടു 18 റുപ്പീസ്. ഇനി ചാർട്ട് 30 ഡിവൈഡഡ് 6 ഈക്വൽ ടു 5 റുപ്പീസ്. പെൻ 72 റുപ്പീസ് ഡിവൈഡഡ് 8 ഈക്വൽ ടു 9. സ്കെയിൽ 60 ഡിവൈഡഡ് 10 ഈക്വൽ ടു 6. അപ്പോൾ ഒരു നോട്ട്ബുക്കിന് 18, ചാർട്ടിന് 5, പെന്നിന് 9, സ്കെയിലിന് 6 ഇത്രയുമാണ് വരുന്നത്. ഇനി നമുക്ക് ആദിയുടെ ബില്ല് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ പെൻ 6 ആണ് ആദ്യം വാങ്ങിയിരിക്കുന്നത്. ഒരു പെന്നിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 9 ആണ് അല്ലേ? 6 ഇൻറ്റു 9 ഈക്വൽ ടു 54. സ്കെയിൽ 3 നമ്പർ ഇൻറ്റു 6 റുപ്പീസ് ഈക്വൽ ടു 18. നോട്ട്ബുക്ക് 5 ഇൻറ്റു 18 ഈക്വൽ ടു 90 റുപ്പീസ്. ചാർട്ട് 8 നമ്പർ ഇൻറ്റു 5 ഈക്വൽ ടു 40 റുപ്പീസ്. ഇനി രണ്ടുപേരുടെയും ടോട്ടൽ വരുന്നത് 234 സിയൂദിനും 202 ആദിക്കുമാണ്. കൂടുതൽ വാങ്ങിയിരിക്കുന്നത് സിയൂദാണ് അല്ലേ? 234 റുപ്പീസ്. അങ്കിൾ പരമോസ് ഫ്രൂട്ട് ഷോപ്പ്. സോ മെനി ഫ്രൂട്ട്സ് ഇൻ അങ്കിൾ പരമോസ് ഫ്രൂട്ട് ഷോപ്പ്. പരമു അങ്കിളിൻ്റെ ഫ്രൂട്ട് ഷോപ്പിലെ സാധനങ്ങളാണ് തന്നിരിക്കുന്നത്. ആപ്പിൾ 35 നമ്പർ, ഓറഞ്ച് 36, മാംഗോ 50, പൈനാപ്പിൾ 32. അങ്കിൾ പരമു ഈസ് അറേഞ്ചിങ് ദ ഫ്രൂട്ട്സ് ബേസ്ഡ് ഓൺ ദ ടേബിൾ. അപ്പോൾ പരമു അങ്കിൾ ഫ്രൂട്ട്സൊക്കെ അറേഞ്ച് ചെയ്യുകയാണ് ആ ടേബിളിലെ ഫ്രൂട്ട്സിനനുസരിച്ച്. ആപ്പിൾസ് ഈക്വലി ഡിവൈഡഡ് ഇൻ ടു 7 ട്രേസ്. ഹൗ മെനി ഇൻ ഈച്ച് ട്രേ? ആപ്പിൾ തുല്യമായിട്ട് 7 ട്രേകളിലായി വെക്കുകയാണ്. അപ്പോൾ ഓരോ ട്രേയിലും എത്ര ആപ്പിൾ ഉണ്ടായിരിക്കും? ടോട്ടൽ 35 ആപ്പിൾസ് ആണ് അല്ലേ? അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 35 ഡിവൈഡഡ് 7 ഈക്വൽ ടു 5 ആപ്പിൾസ് ആണ് ഓരോ ട്രേയിലും ഉണ്ടാവുക. ഓറഞ്ചസ് ഈക്വലി ഡിവൈഡഡ് ഇൻ ടു 6 ട്രേസ്. ഹൗ മെനി ഇൻ ഈച്ച് ട്രേ? 6 ട്രേകളിലായിട്ടാണ് ഓറഞ്ച് വെക്കുന്നത് ഈക്വലായിട്ട്. അപ്പോൾ എത്രയാണ് ഓറഞ്ചിൻ്റെ നമ്പർ എന്ന് പറയുന്നത്? 36 ആണ്. ഡിവൈഡഡ് 6 ഈക്വൽ ടു 6. അപ്പോൾ ഓരോ ട്രേയിലും 6 ആണ് വെക്കാൻ കഴിയുക. അങ്ങനെയുള്ള 6 ട്രേ വെക്കാം. മാംഗോസ് ഡിവൈഡഡ് ഇൻ ടു പൈൽസ് ഓഫ് 5. ഹൗ മെനി ഇൻ ഈച്ച് പൈൽ? ഇനി മാംഗോ അടുക്കിയിരിക്കുന്നത് 5 വെച്ചിട്ടാണ് അല്ലേ? ടോട്ടൽ 50 മാംഗോസ് ആണ് ഉള്ളത്. അപ്പോൾ 50 ഡിവൈഡഡ് 5 ഈക്വൽ ടു 10. ഇനി അത് കറക്റ്റാണോ എന്നറിയാൻ 5 ഇൻറ്റു 10 ഈക്വൽ ടു 50. നെക്സ്റ്റ് പൈനാപ്പിൾ ഹങ് അപ്പ് ഇൻ ബഞ്ചസ് ഓഫ് 4. ഹൗ മെനി ഇൻ ഈച്ച് ബഞ്ച്? പൈനാപ്പിൾ 4 എണ്ണം വീതമുള്ള കുലകളായിട്ടാണ് ഇങ്ങനെ തൂക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ബഞ്ച് ഉണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ 32 ആണുള്ളത്. 4 ബഞ്ചസ് ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഓരോ ബഞ്ചിലും 32 ഡിവൈഡഡ് 4 ഈക്വൽ ടു 8 പൈനാപ്പിൾസ് ഉണ്ടായിരിക്കും. റൈസ് ഡിസ്ട്രിബ്യൂഷൻ. ചിൽഡ്രൻ ഓഫ് പട്ടുമല സ്കൂൾ ആർ ഗിവൺ 5 kilograms ഓഫ് റൈസ് ഈച്ച് ഫോർ ഓണം. 37 sacks for rice each with 50 kilograms have reached the school. അപ്പോൾ പട്ടുമല സ്കൂളിൽ ഓണമായിട്ട് ഓരോ കുട്ടിക്കും 5 kilograms റൈസാണ് കൊടുക്കുന്നത്. അതിനായിട്ട് 37 sacks ഓഫ് റൈസ് വന്നിട്ടുണ്ട്. 37 ചാക്ക് അരി വന്നിട്ടുണ്ട്. ഓരോ സാക്കിലും എത്രയാണ്? 50 kilograms വെച്ചിട്ടാണ്. ഓരോ ചാക്കിലും 50 കിലോ അരിയാണ് ഉള്ളത്. ടു ഹൗ മെനി ചിൽഡ്രൻ റൈസ് ക്യാൻ ബി ഗിവൺ? ഹൗ ഡു വി കാൽക്കുലേറ്റ്? എത്ര കുട്ടികൾക്ക് ഈ അരി കൊടുക്കാൻ കഴിയും? ഹൗ മെനി kilograms ഓഫ് റൈസ് ഈസ് ഗിവൺ ടു 1 ചൈൽഡ്? ഒരു കുട്ടിക്ക് എത്രയാണ് കൊടുക്കുന്നത്?
5 കിലോഗ്രാം അല്ലേ. ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് ഇൻ ഈച്ച് സാക്ക്? ഓരോ ചാക്കിലും എത്ര അരിയാണുള്ളത്? 50 കിലോഗ്രാം, 50 കിലോ അല്ലേ. ദിസ് ക്യാൻ ബി ഗിവൺ ടു ഹൗ മെനി ചിൽഡ്രൻ? അപ്പോൾ ഈ അരി എത്ര വീതം കൊടുക്കാം കുട്ടികൾക്ക്? 50 ഡിവൈഡഡ് 5 ഈക്വൽ ടു 10 സ്റ്റുഡൻസിന് നമുക്ക് ആ അരി കൊടുക്കാം അല്ലേ. ഹൗ മെനി സാക്സ് ഓഫ് റൈസ് ആർ ദർ? എത്ര ചാക്ക അരിയാണ് അവിടെ ഉള്ളത്? 37. ഹൗ മെനി ചിൽഡ്രൻ ഇൻ ഓൾ ക്യാൻ ബി ഗിവൺ റൈസ്? അപ്പോൾ ഈ അരി എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു ഒരു ചാക്കിൽ 50 കിലോഗ്രാം ആണ്. അത് 5 kg വെച്ചപ്പോൾ ഒരു ചാക്ക് 10 സ്റ്റുഡൻസിന് കൊടുക്കാമെന്ന് അല്ലേ. അങ്ങനെയാണെങ്കിൽ 37 × 10 ഈക്വൽ ടു 370 സ്റ്റുഡൻസിന് റൈസ് കൊടുക്കാം 5 കിലോഗ്രാം വെച്ചിട്ട്. ഗൂസ്ബെറീസ്. മിലാദ് ആൻഡ് വാസു ആർ ഫ്രണ്ട്സ്. മിലാദ് ബോട്ട് സം ഗൂസ്ബെറീസ് വിച്ച് ഈസ് മോർ ദൻ 10 and less than 16. He gave half of them to Vasu. Vasu distributed the gooseberries equally between his children and Milad distributed them equally between his 3 children. Who got more gooseberries? Vasu's children or Milad's children? Can you explain how you found out? What all numbers can be the number of gooseberries Milad bought? നെല്ലിക്ക കണക്ക്. മിലാദും വാസുവും കൂട്ടുകാരാണ്. മിലാദ് കടയിൽ നിന്നും നെല്ലിക്ക വാങ്ങി. നെല്ലിക്കയുടെ എണ്ണം 10 കൂടുതലും 16 കുറവുമാണ്. ഇതിൽ പകുതി എണ്ണം നെല്ലിക്ക വാസുവിന് കൊടുത്തു. എന്താണ് പറയുന്നത്? മിലാദ് കടയിൽ നിന്നും നെല്ലിക്ക വാങ്ങി. നെല്ലിക്കയുടെ എണ്ണം കറക്റ്റായി പറയുന്നില്ല. എങ്ങനെയാണ് പറയുന്നത്? 10 കൂടുതലും ഉണ്ട്, എന്നാൽ 16 കുറവുമാണ്. അപ്പോൾ അതിനിടയ്ക്കുള്ള ഒരു സംഖ്യയാണ്. ഇതിൽ പകുതി എണ്ണം നെല്ലിക്ക വാസുവിന് കൊടുത്തു എന്നാണ് പറയുന്നത്. വാസു തൻ്റെ 2 മക്കൾക്കും മിലാദ് തൻ്റെ 3 മക്കൾക്കും തുല്യമായി നെല്ലിക്ക വീതിച്ചു. വാസുവിൻ്റെ മക്കൾക്കാണോ മിലാദിൻ്റെ മക്കൾക്കാണോ കൂടുതൽ നെല്ലിക്ക കിട്ടിയത്? എങ്ങനെ കണക്കാക്കിയെന്ന് വിശദീകരിക്കാമോ? മിലാദ് വാങ്ങിയ നെല്ലിക്കയുടെ എണ്ണം ഏതെല്ലാം സംഖ്യകൾ ആകാം? അപ്പോൾ നമ്മളോട് 10 കൂടുതലും 16 കുറവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ആയിരിക്കാം? 10 കഴിഞ്ഞാൽ വരുന്നത് 11, 12, 13, 14, 15. 16 താഴെ ആവണം അല്ലേ. അപ്പോൾ 16 വേണ്ട. ഇനി 15 ഗൂസ്ബെറീസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല അല്ലേ. പിന്നെ എന്താണ് പറയുന്നത്? നമ്പർ ഓഫ് ഗൂസ്ബെറീസ് ഷുഡ് നോട്ട് ബി ഓഡ്. ഗൂസ്ബെറീസ് ഓഡ് നമ്പർ അല്ല, ഒറ്റ അക്കമല്ല എന്നാണ് പറയുന്നത്. വി ഷുഡ് ബി ഏബിൾ ടു ഡിവൈഡ് ദ ഗൂസ്ബെറീസ് ഇൻ ടു 3 ഈക്വൽ പാർട്സ്. അതുപോലെ തന്നെ 3 ഈക്വൽ പാർട്സായി ഡിവൈഡ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 11, 12, 13, 14, 15 എന്നുള്ളതിൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 11, 13, 15. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള 12ഉം 14ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം 12 തന്നെ നോക്കാം. അപ്പോൾ 12നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് ഒരാൾക്ക് കിട്ടുന്നത്? 6 ആണ് അല്ലേ. മിലാദിന് 6, അതുപോലെ തന്നെ വാസുവിന് 6. ഇനി മിലാദിൻ്റെ 3 മക്കൾക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ 6? യെസ്, പറ്റും അല്ലേ. 2 × 3. അതുപോലെ തന്നെ വാസുവിൻ്റെ 2 മക്കൾക്കും ഡിവൈഡ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ്? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 3 ആണ്. ഓരോ കുട്ടിക്കും 6 വെച്ച് കിട്ടും. നമ്പർ ഓഫ് ഗൂസ്ബെറീസ് മിലാദ്സ് ഈച്ച് ചൈൽഡ് ഗോട്ട്. മിലാദിൻ്റെ കുട്ടികൾക്ക് കിട്ടിയത് എത്രയാണ്? 2 ആണ് അല്ലേ. 6 3 കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. 6 ഡിവൈഡഡ് 3 ഈക്വൽ ടു 2. ഹു ഒബ്റ്റൈൻഡ് മോർ ഗൂസ്ബെറീസ്? ആർക്കാണ് കൂടുതൽ കിട്ടിയത്? വാസൂസ് ചിൽഡ്രൻ ആണ് അല്ലേ. എത്രയാണ്? 2 ചിൽഡ്രന് 3 ഈച്ച്. നെക്സ്റ്റ് ഡേ വാസു ബോട്ട് ഗൂസ്ബെറീസ് മോർ ദൻ 20 ആൻഡ് ലെസ് ദൻ 30 ആൻഡ് ഗേവ് ഹാഫ് ഓഫ് ദം ടു മിലാദ്. മിലാദ് ഡിസ്ട്രിബ്യൂട്ടഡ് ദം എമംഗ് 4 ഓഫ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് വാസു എമംഗ് 3 ഓഫ് ഹിസ് ഫ്രണ്ട്സ്. 2-ാം ദിവസം വാസുവാണ് നെല്ലിക്ക വാങ്ങിയത്. നെല്ലിക്കയുടെ എണ്ണം 20നും 30നും ഇടയിലാണ്. പകുതി എണ്ണം നെല്ലിക്ക മിലാദിന് കൊടുത്തു. മിലാദ് തൻ്റെ 4 ചങ്ങാതിമാർക്കും വാസു തൻ്റെ 3 ചങ്ങാതിമാർക്കും തുല്യമായി കൊടുത്തു. ആരുടെ ചങ്ങാതിക്കാണ് കൂടുതൽ എണ്ണം കിട്ടിയത്?
വാസു എത്ര നെല്ലിക്കയാണ് വാങ്ങിയത്? അപ്പോൾ സെക്കൻഡ് ഡേ വാങ്ങിയത് മോർ ദൻ 20ക്ക് മുകളിലും അതുപോലെ തന്നെ ലെസ് ദൻ 30ക്ക് താഴെയുമാണ്. അപ്പോൾ ഇതിൽ ഓഡ് നമ്പേഴ്സ് നമുക്ക് ഒഴിവാക്കാം അല്ലേ? ഏതൊക്കെയാണ്? 21, 23, 25, 27, 29. ഇനിയുള്ളത് 22, അതുപോലെ തന്നെ 24, 26, 28 ഇത്രയുമാണ്. അപ്പോൾ ഓരോന്നും വെച്ച് നമുക്ക് നോക്കാം. 22വിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 11 ആണ് അല്ലേ? 11 നമുക്ക് 3 ഭാഗമാക്കാൻ കഴിയുമോ? 4 വെച്ച്. 4 + 4 + 4 എത്രയാണ് വരുന്നത്? 11 ആണോ? അല്ല, 12 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാൻ കഴിയും. 22 അല്ല, 24 ഗൂസ്ബെറീസാണ് വാസു വാങ്ങിയത്. കാരണം 12നെയാണ് നമുക്ക് 3 ഭാഗമാക്കാൻ കഴിയുന്നത്, ഈക്വൽ ആയിട്ടുള്ള അല്ലേ? 4 × 3 = 12. അതുപോലെ തന്നെ 3 × 4 = 12. So, Vasu initially bought 24 items. He gave half of his items to Milad. 24 divided 2 = 12. Milad received 12 items. He distributed them among 4 friends, giving 3 items to each. 4 ഫ്രണ്ട്സിന് 3 വീതം കൊടുത്തു. അപ്പോൾ എത്രയാണ്? 4 × 3 = 12. Vasu had 12 items remaining after giving a share to Milad. He gave this to 3 friends, providing 4 items to each. മിലാദിന് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് 12 ആണ് വാസുവിൻ്റെ കയ്യിൽ. വാസു അത് തൻ്റെ 3 ഫ്രണ്ട്സിന് 4 ഈച്ച് കൊടുത്തു അല്ലേ? 3 കൂട്ടുകാർക്ക് 4 വീതം കൊടുത്തു. അപ്പോൾ 3 × 4 = 12. സ്വീറ്റ് ബർത്ത്ഡേ. In the school, there are 2 divisions of class 4 with a total of 40 children. Shraddha on her birthday distributed 4 candies to each child. But candies were ran out and 10 children remained to get candies. The children found a way out with buying more candies, and everyone got the same number of candies. ശ്രദ്ധ തൻ്റെ ബർത്ത്ഡേക്ക് 2 ഡിവിഷനിലുള്ള കുട്ടികൾക്ക്, എത്ര കുട്ടികളാണുള്ളത്? 40 ചിൽഡ്രനാണ് ഉള്ളത്. അവർക്ക് 4 കാൻഡീസ് വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പക്ഷേ ഒരു 10 സ്റ്റുഡൻസിന് കിട്ടിയില്ല. അതായത് 30 സ്റ്റുഡൻസിന് കൊടുത്തു. അപ്പോഴേക്കും കാൻഡീസ് കഴിഞ്ഞു. അപ്പോൾ കുട്ടികളെല്ലാം ചേർന്ന് ഒരു ഡിസിഷൻ എടുത്തു. എന്തായിരുന്നു? പുതിയ മിഠായി വാങ്ങിക്കാതെ തന്നെ നമുക്ക് ഈ കിട്ടിയ മിഠായി പങ്കുവെച്ചെടുക്കാമെന്നായിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും അവരത് തുല്യമായി എല്ലാവർക്കും തികയുന്നതുപോലെ പങ്കുവച്ചിട്ടുണ്ടാവുക? അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 40 ആണ്. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന മിഠായി എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? ഇനി മിഠായി കിട്ടാത്ത കുട്ടികളുടെ എണ്ണം എത്രയാണ്? 40 ഉണ്ട്. അതിൽ 10 സ്റ്റുഡൻസിന് മിഠായി കിട്ടിയിട്ടില്ല. അപ്പോൾ 30 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ കിട്ടിയത് 30 സ്റ്റുഡൻസിനാണ്. എത്ര വെച്ചിട്ടായിരിക്കും? 30 × 4 = 120 ക്യാൻഡീസ് കൊടുത്തു കഴിഞ്ഞു ഇല്ലേ? ഇനി ആ 120 ക്യാൻഡീസ് കൊണ്ട് 40 സ്റ്റുഡൻസിനും മിഠായി കൊടുക്കണം. എങ്ങനെയാണ്? 120 / 40 = 3 ആണ് വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റുഡൻസിനും 3 വെച്ച് കൊടുത്താൽ 40 സ്റ്റുഡൻസിനും ശ്രദ്ധ കൊണ്ടുവന്ന ക്യാൻഡീസ് മതിയാകും. ഹൗ മെനി ക്യാൻഡീസ് ഡിഡ് ഈച്ച് ഗെറ്റ്? ഓരോരുത്തർക്കും കിട്ടിയത് എത്ര ക്യാൻഡീസാണ്? 3. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഇങ്ങനെയാണ് അല്ലേ? നെക്സ്റ്റ് പസിൽ കോർണർ. ഹരിതം ക്ലബ്ബ് മെയ്ഡ് സം സോപ്പ് ബാർസ്. These could be packed into boxes of 2, 3, 4 or 6 bars. What is the least number of soaps they made? ഹരിതം ക്ലബ്ബ് ഉണ്ടാക്കിയ സോപ്പ് ഒരു പെട്ടിയിൽ 2 വീതവും 3 വീതവും 4 വീതവും 6 വീതവും നിറയ്ക്കാൻ കഴിയും. കുറഞ്ഞത് എത്ര സോപ്പ് ഉണ്ടാകും? 12. നോക്കൂ, 2 വെച്ചിട്ടാണെങ്കിൽ 6 ഗ്രൂപ്പായിട്ട് വെക്കാം. അപ്പോൾ 2 × 6 = 12. 3 സോപ്സ് ആണെങ്കിലോ 3 × 4 = 12. 4 ആണെങ്കിൽ 4 × 3 = 12. ഇനി 6 വെച്ചിട്ടാണെങ്കിലോ 2 ഗ്രൂപ്പ്സ് ആക്കി വെക്കാം അല്ലേ? അപ്പോഴും 6 × 2 = 12. ലെറ്റ്സ് പ്ലേ.
Roll a dice and move a counter according to the number you get and the instructions on the boxes it falls on. ഡൈസ് കളിക്കുന്നതാണ്. പക്ഷേ എങ്ങനെയാണ്? ഓരോ നമ്പറിന് അടുത്തായിട്ട് നമുക്ക് ഓരോ പ്രോബ്ലംസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് ആൻസർ കണ്ടുപിടിച്ചിട്ട് വേണം കളിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 3 × 3 = 9. 6 / 3 = 2. 8 / 2 = 4. 10 / 2 = 5. 12 / 4 = 3. 14 / 2 = 7. 15 × 2 = 30. 18 / 9 = 2. 20 × 2 = 40. 22 × 2 = 44. 24 / 3 = 8. 28 / 7 = 4. 30 / 5 = 6. 35 / 7 = 5. 40 / 10 = 4. 45 / 9 = 5. 49 / 7 = 7. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ കളിക്കേണ്ടത്. 84 parents came for the meeting of the welcome committee of the work experience camp. They sat in rows of chairs, 6 in each row. How many rows were there? അപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ക്യാമ്പിന് വെൽക്കം കമ്മിറ്റിയുടെ മീറ്റിങ്ങിനായിട്ട് 84 പാരൻസ് ആണ് വന്നിരുന്നത്. അപ്പോൾ ഒരു റോയിൽ, ഒരു വരിയിൽ 6 പാരൻസ് ആണ് ഇരുന്നിരുന്നത്. അങ്ങനെയുള്ള എത്ര റോസ് ഉണ്ടായിരുന്നു അവിടെ? അപ്പോൾ 84 പാരൻസ് ആണ് ടോട്ടൽ, ഒരു റോയിൽ 6. അപ്പോൾ എന്ത് ചെയ്യണം? 84 / 6 = 14. Some more parents joined when the meeting started. Now there were 8 in each row. No new rows added. How many in all attended the meeting? മീറ്റിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പാരൻസ് കൂടി വന്നു. അപ്പോൾ ആദ്യം അവർ ഒരു റോയിൽ 6 പാരൻസ് ആണ് ഇരുന്നത്. പക്ഷേ പാരൻസ് കൂടിയപ്പോൾ 8 പാരൻസ് ഒരു റോയിലിരുന്നു. അപ്പോൾ എത്ര പാരൻസ് ആണ് ഇപ്പോൾ ഉള്ളത്? എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ 14 × 6 ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ പാരൻസ്? അപ്പോഴാണ് 84. ഇപ്പോൾ 14 × 8 112 പാരൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി എത്ര പാരൻസ് ആണ് കൂടുതൽ വന്നത്? ഹൗ മെനി കെയിം വെൻ ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ്? 112 - 84 = 28 പാരൻസ് ആണ് മീറ്റിംഗ് തുടങ്ങിയതിന് ശേഷം വന്നത്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആദ്യം 84 പാരൻസ് ആയിരുന്നു, പിന്നെ 112. അപ്പോൾ അത് മൈനസ് ചെയ്തപ്പോഴാണ് 28 കിട്ടിയത്. നെക്സ്റ്റ് ഡിവൈഡ് ചെയ്യാനാണ്. 8 / 4 = 2. ഇനി 80 / 4 = 20. എങ്ങനെയാണ്? 80ൽ ഒരു 0 വന്നു അല്ലേ? അതാണ് ആൻസറിൽ 2ൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി 800 / 4 = 200. നെക്സ്റ്റ് 6 / 3 = 2. 60 / 3 = 20. 600 / 3 = 200. നെക്സ്റ്റ് 9 / 3 = 3. 90 / 3 = 30. 900 / 3 = 300. Look at the table and find the relation. ടേബിൾ നോക്കി ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു റിലേഷൻ എന്താണെന്ന് പറയണം. 8 × 1 = 8. 8 / 1 = 8. 5 × 1 = 5. 5 / 1 = 5. 5 / 5 = 1. Next 6 × 1 = 6. 6 / 1 = 6. 6 / 6 = 1. Next 7 × 1 = 7. 7 / 1 = 7. 7 / 7 = 1. Any number multiplied by 1 stays the same. ഏതെങ്കിലും ഒരു നമ്പർ 1 കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ ആ സെയിം നമ്പർ തന്നെ നമുക്ക് കിട്ടും.
എനി നമ്പർ ഡിവൈഡഡ് ബൈ 1 സ്റ്റേസ് ദ സെയിം. ഏതെങ്കിലും ഒരു നമ്പർ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സെയിം നമ്പർ തന്നെ കിട്ടും. അതുപോലെ എനി നമ്പർ എക്സെപ്റ്റ് 0 ഡിവൈഡഡ് ബൈ ഇറ്റ് സെൽഫ് ഈക്വൽസ് 1. ഏതെങ്കിലും ഒരു നമ്പർ അതിൻ്റെ സെയിം നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. പക്ഷേ 0 മാത്രം അതിൽ ഒഴിഞ്ഞു നിൽക്കും. 0 കൊണ്ട് 0 ഡിവൈഡ് ചെയ്താൽ നമുക്കൊരിക്കലും 1 കിട്ടില്ല. പസിൽ കോർണർ. എ നമ്പർ വാസ് മിസ്റ്റേക്ക്ലി മൾട്ടിപ്ലൈഡ് ബൈ 2 ഇൻസ്റ്റെഡ് ഓഫ് ഡിവൈഡിംഗ് ബൈ 2 ആൻഡ് ദ ആൻസർ വാസ് 240. What would have been the answer if the number was divided by 2? ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു? മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ ആൻസർ 240 കിട്ടി. പക്ഷേ ഈ മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് പകരം ആ നമ്പറിനെ ഡിവൈഡ് ആണ് ചെയ്തിരുന്നെങ്കിൽ എത്രയായിരിക്കും ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ കിട്ടിയിരിക്കുന്നത് 240 ആണ് അല്ലേ? അപ്പോൾ 2 കൊണ്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 240 ഡിവൈഡഡ് 2 ഈക്വൽ ടു 120 ആണ് ആ നമ്പർ. ആ നമ്പർ കറക്റ്റ് ആണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? 120 ഇൻറ്റു 2 ഈക്വൽ ടു 240. ഇനി ഈ 120യെ ഡിവൈഡ് ചെയ്തിരുന്നെങ്കിലോ ആൻസർ വരുന്നത് 60 ആണ്. അപ്പോൾ അവരറിയാതെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് 240 കിട്ടിയത്. പക്ഷേ 120യെ നേരത്തെ ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ ആൻസർ 60 ആവുമായിരുന്നു. എ നമ്പർ വാസ് മിസ്റ്റേക്ക്ലി ഡിവൈഡഡ് ബൈ 2 ഇൻസ്റ്റെഡ് ഓഫ് മൾട്ടിപ്ലൈയിങ് ബൈ 2 ആൻഡ് ദ ആൻസർ വാസ് 60. വാട്ട് വുഡ് ഹാവ് ബീൻ ദ ആൻസർ ഇഫ് ദ നമ്പർ വാസ് മൾട്ടിപ്ലൈഡ് ബൈ 2? ഒരു നമ്പറിനെ മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് പകരം ഡിവൈഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ ആൻസറാണ് 60. ഇനി അവർ മൾട്ടിപ്പിളാണ് ആ നമ്പർ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് എത്ര കിട്ടുമായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഡിവൈഡ് ചെയ്തു എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നമുക്കത് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. 60 ഇൻറ്റു 2 ഈക്വൽ ടു 120. അപ്പോൾ അവർ മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് പകരം ഡിവൈഡ് ചെയ്ത ആ നമ്പർ എന്ന് പറയുന്നത് 120 ആണ്. അത് കറക്റ്റ് ആണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? 120യെ നമുക്കും ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആൻസർ 60 കിട്ടും. ഇനി 120യെ 2 കൊണ്ട് ഒന്ന് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കൂ. അവർ മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് പകരമാണ് ഡിവൈഡ് ചെയ്തത് അല്ലേ? 120 ഇൻറ്റു 2 ഈക്വൽ ടു 240. ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് half of a number mistakenly doubled and the answer was 100. What would have been the answer if half of the number was calculated? ഒരു സംഖ്യയുടെ ഹാഫ് കാണുന്നതിന് പകരം അതിൻ്റെ ഡബിൾ കണ്ടപ്പോഴാണ് 100 കിട്ടിയത് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഏത് സംഖ്യയുടെ ഡബിളാണ് 100 എന്ന് പറയുന്നത്? 100 ഡിവൈഡഡ് 2 ഈക്വൽ ടു 50. ഇനി കറക്റ്റ് ആണോ എന്നറിയാൻ 50 ഇൻറ്റു 2 ഈക്വൽ ടു 100 കിട്ടി. ഇനി 50യെ അവർ ഡിവൈഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത് അല്ലേ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 50 ഡിവൈഡഡ് 2 ഈക്വൽ ടു 25 ആണ് അവർക്ക് ആൻസർ കിട്ടുമായിരുന്നത്. സുഹറ ചാർജസ് 250 rupees for sewing a churidar. If she got 1000 rupees, how many churidars did she sew? How many churidars must she sew to get 10,000 rupees? ഒരു ചുരിദാർ തയ്ക്കാനായിട്ട് സുഹറ 250 റുപ്പീസാണ് വാങ്ങുന്നത്. അങ്ങനെ ചുരിദാർ തയ്ച്ചപ്പോൾ 1000 റുപ്പീസ് കിട്ടി. അപ്പോൾ എത്ര ചുരിദാറാണ് തയ്ച്ചു കൊടുത്തത്? അതുപോലെ തന്നെ 10,000 റുപ്പീസ് കിട്ടാൻ എത്ര ചുരിദാർ തയ്ക്കണം? അപ്പോൾ ഒരു ചുരിദാറിൻ്റെ സ്വിങ് ചാർജ് എന്ന് പറയുന്നത് 250 റുപ്പീസാണ് അല്ലേ? 1000 റുപ്പീസ് കിട്ടാൻ എത്ര ചുരിദാർ തയ്ക്കണം? 1000 ഡിവൈഡഡ് 250 ഈക്വൽ ടു 4. ഇനി 10,000 റുപ്പീസ് കിട്ടണമെങ്കിൽ എത്ര ചുരിദാർ തയ്ക്കണം? 10,000 എന്ന് പറയുന്നത് 1000 10 ചേർന്നതാണ് അല്ലേ? 1000 ഇൻറ്റു 10 ആണ് 10,000. അപ്പോൾ 1000 കിട്ടാൻ 4 ചുരിദാർ തയ്ക്കണമെങ്കിൽ 10,000 കിട്ടാൻ എന്ത് ചെയ്യണം? 4 ഇൻറ്റു 10 40 ചുരിദാർ തയ്ക്കണം. സിയൂസ് ബോട്ട് 12 പാക്കറ്റ്സ് ഓഫ് പെൻ, each containing half a dozen. He divided them into packets of 4 each. How many packets are there? സിയൂസ് 12 പാക്കറ്റ് പേന വാങ്ങി. ഓരോ പാക്കറ്റിലും ഹാഫ് ഡസനാണ് ഉണ്ടായിരുന്നത്. ഹാഫ് ഡസൻ എന്ന് പറഞ്ഞാൽ 6. വാങ്ങിയതിന് ശേഷം ഇനി ആ പെന്നെല്ലാം
4 പെൻ വെച്ചിട്ട് പാക്കറ്റുകളാക്കണം. അപ്പോൾ എത്ര പാക്കറ്റ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അര ഡസൻ എന്ന് പറഞ്ഞാൽ 6 ആണ് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയുള്ള 12 പാക്കറ്റ് 6 ഇൻറ്റു 12 ഈക്വൽ ടു 72. ഇനി ആ 72വിനെ 4 വീതം ഉള്ള പാക്കറ്റ് ആക്കണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? 72 ഡിവൈഡഡ് 4 ഈക്വൽ ടു 18. 18 പാക്കറ്റാണ് ഉണ്ടാവുക. 48 നോട്ട്ബുക്സ് were distributed among 5 children. 48 നോട്ട്ബുക്കുകൾ വിതരണം ചെയ്തു 5 കുട്ടികൾക്ക്. ദ ഫസ്റ്റ് ചൈൽഡ് ഗോട്ട് 3 ബുക്സ് മോർ ദാൻ ദ അതേഴ്സ്. ആദ്യത്തെ കുട്ടിക്ക് മറ്റു കുട്ടികളേക്കാൾ 3 എണ്ണം കൂടുതൽ കിട്ടി. ആൻഡ് ഓൾ അതർ ഗോട്ട് ദ സെയിം നമ്പർ ഓഫ് നോട്ട്ബുക്സ്. ബാക്കിയുള്ളവർക്കൊക്കെ സെയിം നമ്പർ കിട്ടി. ഹൗ മച്ച് ബുക്സ് ഡിഡ് ദ ഫസ്റ്റ് ചൈൽഡ് ഗെറ്റ്? അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് എത്രയാണ് കിട്ടിയത്? നോട്ട്ബുക്കിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ്. ഫസ്റ്റ് ചൈൽഡിന് കിട്ടിയത് എത്രയാണ്? 3 എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ കുട്ടിക്ക് കൊടുത്ത 3 നമ്മൾ 48ൽ നിന്നും മൈനസ് ചെയ്യുക. അപ്പോൾ 48 മൈനസ് 3 ഈക്വൽ ടു 45 കിട്ടും. ഇനി അത് മറ്റു കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്രയാണ്? 45 ഡിവൈഡഡ് 5 ഈക്വൽ ടു 9. അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് കിട്ടിയത് 9ഉം പ്ലസ് 3 എക്സ്ട്രാ 12ഉം ബാക്കിയുള്ളവർക്ക് 9ഉം. മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ 48 ഡിവൈഡഡ് 5 ഈക്വൽ ടു 9 കിട്ടും. കൂടാതെ റിമൈൻഡർ ആയിട്ട് 3 കിട്ടും. അതിനർത്ഥം 48നെ 5 കൊണ്ട് കറക്റ്റായി ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, 3 ബാലൻസ് വരും എന്നതാണ്. അപ്പോൾ ആ കിട്ടിയ 3 ആണ് ഫസ്റ്റ് ചൈൽഡിന് എക്സ്ട്രാ കൊടുത്തത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് 9ഉം ആദ്യത്തെ കുട്ടിക്ക് 9 പ്ലസ് 3 12ഉമാണ് കിട്ടിയത്. മിൻഹ ഗോട്ട് 3500 rupees by selling pencils. It was all in 100 rupee notes. How many 100 rupee notes? If all were in 500 rupee notes, how many 500 rupee notes would have been there? മിൻഹയ്ക്ക് പെൻസിൽ വിറ്റതിൽ 3500 റുപ്പീസ് കിട്ടി. അതെല്ലാം 100ൻ്റെ നോട്ട്സ് ആയിരുന്നു. അപ്പോൾ എത്ര 100ൻ്റെ നോട്ടാണ് കിട്ടിയത്? അതുകൂടാതെ 500ൻ്റെ നോട്ടാണ് കിട്ടിയിരുന്നതെങ്കിൽ എത്ര നോട്ട്സ് ഉണ്ടാകുമായിരുന്നു? 3500 റുപ്പീസാണ് കിട്ടിയത് അല്ലേ. അത് 100ൻ്റെ നോട്ടുകളാണെങ്കിൽ 3500 ഡിവൈഡഡ് 100 ഈക്വൽ ടു 35 നോട്ട്സ് ആണ് കിട്ടുക. ഇനി അത് കറക്റ്റാണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? 35 ഇൻറ്റു 100 ഈക്വൽ ടു 3500. ഇനി 500ൻ്റെ നോട്ടുകളാണെങ്കിലോ 3500 ഡിവൈഡഡ് 500. ഇനി 35ൽ 5 എത്ര തവണ പോകുന്നു എന്ന് നോക്കൂ. 7 അല്ലേ. 5 ഇൻറ്റു 7 35. 2 0 കട്ട് ചെയ്ത് പോകും ഇല്ലേ. അപ്പോൾ 500ൻ്റെ നോട്ടുകളാണെങ്കിൽ 7 നോട്ട്സ് ആണ് കിട്ടുക. The price of a pen is double the price of a pencil, and the price of a notebook is double the price of a pen. The price of 6 notebooks is 72 rupees. What is the price of a pencil? ഒരു പെൻസിലിനേക്കാൾ ഡബിളാണ് പേനയുടെ വില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പെന്നിൻ്റെ വിലയുടെ ഡബിളാണ് നോട്ട്ബുക്കിൻ്റെ വില എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 72 റുപ്പീസാണ് 6 നോട്ട്ബുക്സിന് വരുന്നത്. അപ്പോൾ എത്രയായിരിക്കും ഒരു നോട്ട്ബുക്കിൻ്റെ വില? അതുപോലെ തന്നെ പെൻസിലിൻ്റെയും പേനയുടെയും വില കണ്ടുപിടിക്കുകയും വേണം. നോട്ട്ബുക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 72 ഡിവൈഡഡ് 6 ഈക്വൽ ടു 12 ആണ്. ഈ നോട്ട്ബുക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പെന്നിൻ്റെ റേറ്റിൻ്റെ ഡബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോട്ട്ബുക്കിന് 12 ആണ്. അപ്പോൾ പെന്നിന് അതിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. എങ്കിലല്ലേ പേനയുടെ വിലയുടെ ഡബിൾ നോട്ട്ബുക്കിന് വരിക. അപ്പോൾ 12ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 6. പിന്നെ പറഞ്ഞത് പേനയുടെ വില എന്ന് പറയുന്നത് പെൻസിലിൻ്റെ വിലയുടെ ഡബിൾ ആണ് അല്ലേ. അപ്പോൾ പെന്നിൻ്റെ വില 6 ആണെങ്കിൽ പെൻസിലിന് എത്രയായിരിക്കും? അതിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. 6/2 ഈക്വൽ ടു 3. പെൻസിലിൻ്റെ റേറ്റ് 3. മേധ ആൻഡ് മിത്ര മെയ്ഡ് ദ സെയിം നമ്പർ ഓഫ് ഡോൾസ്.
50 added to half the number of dolls Medha made gives the number of dolls Mitra made. How many dolls did Mitra make? മേധയും മിത്രയും ഒരേ നമ്പറിലുള്ള പാവകളാണ് ഉണ്ടാക്കിയത്. പക്ഷേ മേധ ഉണ്ടാക്കിയ പാവയുടെ ഹാഫിനോട് 50 കൂട്ടിയാലാണ് മിത്ര ഉണ്ടാക്കിയ പാവകളുടെ നമ്പർ കിട്ടുക. അപ്പോൾ എത്രയാണ് മിത്ര ഉണ്ടാക്കിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. മേധ എത്ര പാവ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ മേധ ഉണ്ടാക്കിയ ആ പാവയുടെ പകുതിയോട് വീണ്ടും 50 കൂട്ടിയാൽ മിത്ര ഉണ്ടാക്കിയ എണ്ണം കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മേധയും മിത്രയും ഒരുപോലെയാണ് എണ്ണം പാവ ഉണ്ടാക്കിയത് എന്ന്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് എഴുതി നോക്കാം. ഇനി എന്താണ് വേണ്ടത്? മേധയുണ്ടാക്കിയ പാവയുടെ എണ്ണത്തിൻ്റെ പകുതി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 100 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 50 ആയിരിക്കും. ഈ 50യോട് മിത്രയുണ്ടാക്കിയ 50 കൂടി കൂട്ടുമ്പോൾ 100 ആകും. അപ്പോൾ രണ്ടുപേരുടെയും പാവകളുടെ എണ്ണം തുല്യമാകും. ഇൻവെസ്റ്റിഗേഷൻ. Mark a square of 4 cells on the calendar of a month. Add all these numbers and divide the sum by 4. Find the relation between this number and the first number in the square. ഒരു കലണ്ടറിലെ 4 സെൽസ്, അതായത് സ്ക്വയർ ആയിട്ട് തോന്നുന്ന 4 നമ്പേഴ്സ് എടുക്കുക. എന്നിട്ട് ഈ 4 നമ്പേഴ്സും ആഡ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ച് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുകൂടാതെ ഈ കിട്ടിയ ആൻസറും ആദ്യത്തെ നമ്പറും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നും പറയണം. അപ്പോൾ നമുക്ക് നോക്കാം. ജാനുവരി 2026 കലണ്ടറാണ് എടുത്തിരിക്കുന്നത്. സ്ക്വയറിനുള്ളിലുള്ളത് 2, 3, 9, 10 ഇവയാണ്. ഇനി ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എത്രയാണ് വരുന്നത്? ടോട്ടൽ എന്ന് പറയുന്നത് 24 ആണ്. ഇനി ഈ 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ വരുന്നത് 6. ഇനി ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? അത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ 6 - 2 = 4. നമ്മൾ ഡിവൈഡ് ചെയ്ത ആ 4 ആണ് കിട്ടുന്നത്. ഇനി മറ്റൊരു ബോക്സ് നോക്കാം. 8, 9, 15, 16 ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടൽ 48 ആണ് വരുന്നത് സം. ഇനി ഈ 48നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി ഈ 12നെ 8 കൊണ്ട് ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. എത്രയാണ്? 12 - 8 = 4. അപ്പോഴും നമുക്ക് 4 തന്നെയാണ് കിട്ടുന്നത്. Okay dears, study well. See you in next class. Thank you.